ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ് ഒരു വരുമാന മാർഗ്ഗമായിട്ട് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ്. ട്യൂട്ടോറിയലല്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങിയ സമയത്ത്, അതായത് പുറത്തേക്ക് സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു കുർത്തി കസ്റ്റമർ കൊണ്ടുവന്നാൽ ഒരു ദിവസം കട്ടിങ്, പിറ്റേ ദിവസം തൊട്ട് സ്റ്റിച്ചിങ്, അത് ചിലപ്പോൾ 3-4 ദിവസമൊക്കെ എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഇൻകം കിട്ടുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം എടുത്തിട്ടാണല്ലോ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു 250-300 അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള നമുക്കൊരു ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എടുത്ത് ഇപ്പോൾ ഈ ഒരു കുർത്തി കിട്ടി, അത് സ്റ്റിച്ച് ചെയ്തു, പിന്നെ ചിലപ്പോൾ പിറ്റത്തെ ആഴ്ചയാവും അടുത്തത് കിട്ടുക. അതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു സ്പീഡ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റിച്ചിങ്ങിന് ഇല്ല. അങ്ങനെ അതിന് ശേഷം ഞാൻ ഒരു ടൈലറിങ് ഷോപ്പ്, അത് നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു ടൈലറിങ് ഷോപ്പാണ്, അവിടെ പോയിട്ട് അവരിൽ നിന്ന് നമ്മൾ ഓർഡർ എടുത്തു തുടങ്ങി. അവർ നമുക്ക് എങ്ങനെ തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത്, അതുപോലെ നെക്കൊക്കെ ക്യാൻവാസ് ഒട്ടിച്ച് അങ്ങനെ അയൺ ചെയ്തിട്ടാണല്ലോ നെക്കിൽ തരിക. അപ്പോൾ അതൊക്കെ ചെയ്ത് ഫുൾ മാർക്കിങ് ഉണ്ടാവും. അതുപോലെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അതായത് മെഷർമെൻറ്റ് ടാപ്പ് എടുത്ത് നമ്മൾ മെഷർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം, അയണിങ് വേണ്ട. അതുപോലെ തന്നെ നമ്മൾ ഓവർലോക്ക് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് നോക്കിയപ്പോൾ ഒരെണ്ണത്തിന് 50 രൂപയ്ക്ക് കിട്ടുള്ളൂ. നമുക്കതൊരു വർത്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നല്ല സ്പീഡ് കിട്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം ഇതുപോലെ ഡെയിലി ഒരെണ്ണമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടാവുള്ളൂ. പിന്നെ ചെയ്ത് നല്ല സ്പീഡായി. ഞാനൊരു ഓണത്തിനോ വിഷുവിൻ്റെ ഒരു സമയത്തോ ആണ്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നല്ല ഓർഡർ അവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ അവർക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് നമുക്കത് അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ 4-5 ഒക്കെ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ആക്കി നമുക്ക് തരും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിനനുസരിച്ച് 2-3 എങ്ങനെ വേണമെങ്കിലും കൊണ്ടു കൊടുക്കാം. പക്ഷേ വൈകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അടുത്തത് തരും. അങ്ങനെയാണ് അവർ ചെയ്യുക. അപ്പോൾ നമുക്കും അത് കാരണം കൊണ്ട് നമുക്ക് സ്പീഡിൽ ചെയ്യാതെ നിവൃത്തിയില്ല. വേഗം അത് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നല്ല സ്പീഡൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് നിർത്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിന് 50 രൂപയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കെപ്പോഴും നമ്മൾ ചെയ്യുന്നതിൻ്റെ പൈസ നമുക്ക് തന്നെ കിട്ടണമെന്നല്ല നമ്മുടെ എല്ലാവരും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. വെച്ചാൽ പിന്നെ ആ ഒരു സമയം കഴിഞ്ഞു. വിഷു ഓണം ഞാൻ പറഞ്ഞല്ലോ, ആ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ഓർഡറല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളത് നോക്കിയിരുന്ന കാര്യമില്ല. രണ്ടും ഉണ്ട് കാര്യം. അപ്പോൾ ഞാനത് നിർത്തി. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ സ്റ്റിച്ചിങ് അങ്ങനെ കാര്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമുക്കൊരു സ്ഥിര വരുമാനം എന്നുള്ള ലെവലിൽ നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അടുത്തുള്ള ഒരു ടൈലറിങ് ഷോപ്പിൽ ചോദിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ വിഷു അല്ലേ വരാൻ പോകുന്നത്, അതുപോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് തരും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ടൈലറിങ് ഷോപ്പ്, അതുപോലെ നിങ്ങൾ അല്ലെങ്കിൽ വല്ല ഫ്രണ്ട്സിൻ്റെ അങ്ങനെ പറഞ്ഞറിയുമല്ലോ, അങ്ങനെ വല്ലവരുടെ അടുത്തു നിന്നും മേടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് കിട്ടുന്നത് കുറവാണെന്നുള്ളത് നമുക്ക് നോക്കണ്ട. പിന്നീട് അത് നമുക്കൊരു ഉപകാരമാവും. കാരണം വെച്ചാൽ ഇതുപോലെ എന്നെപ്പോലെ സ്റ്റിച്ചിങ് സ്പീഡ് ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ ചില ആൾക്കാർ പെട്ടെന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ പരിപാടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു പ്രോസസ്സ് ഇതുപോലെയായിരുന്നു. വളരെ ശോകമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ എടുത്തു തുടങ്ങിയത്. അപ്പോൾ അതിന് നല്ലൊരു മാറ്റം വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ദിവസം ഇപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നമുക്കൊരു അങ്ങനെ കിട്ടുമെന്ന് പറയാനില്ല. അധികം പേയ്മെൻറ്റ് കിട്ടണില്ലല്ലോ. പക്ഷേ പിന്നീട് നമുക്ക് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായില്ലോ എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് സ്പീഡില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ്. നമ്മുടെ കുർത്തിയൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ പതുക്കെ ഇരുന്നിട്ടൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ ഇതുപോലെ ഓർഡേഴ്സൊക്കെ നമ്മൾ എടുത്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് ഒരു നിവൃത്തിയില്ല. അപ്പോൾ അത് ചെയ്യട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടി കിട്ടി. അപ്പോൾ നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് അന്ന് തന്നെ, അതുപോലെ ഇപ്പോൾ നമ്മൾ നൈറ്റിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ നൂലും സാധനങ്ങളെല്ലാം റെഡിയാക്കി വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോഴും നമുക്ക് ഒരു ഫ്രഷ് ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റും. അപ്പോഴും നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. സാധാരണ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് പിന്നെ അന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുക, അപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ചും വീട്ടിൽ നമുക്ക് എല്ലാവരും ഉള്ള സമയം, അതായത് ഇപ്പോൾ എനിക്കൊക്കെ വെച്ചാൽ കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ സ്കൂളിൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മളതൊന്നും ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ എല്ലാ മാർക്കിങ്ങും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫുൾ മാർക്കിങ് കൊടുക്കുക. പിന്നീട് നമ്മളൊരു മെഷർ ചെയ്ത് വീണ്ടും മാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ മാർക്കിങ്ങും ഫുൾ മാർക്കിങ് നമുക്ക് പറ്റേണ്ടത്
എല്ലാതും അതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബോൾ പിൻസ് വെച്ചിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത്, ഇപ്പോൾ ഞാനൊക്കെ കൂടുതലും കുർത്തീസാണ് ചെയ്യണത്. മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ഈ ലൈനിങ്ങും ഈ ബോൾ പിൻസ് വെച്ചിട്ട് നമ്മൾ കുത്തി നിർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് പീസ് അങ്ങോട്ട് നീങ്ങുക, അല്ലെങ്കിൽ മെയിൻ ക്ലോത്ത് ഇങ്ങനെ നീങ്ങുക. അപ്പോൾ അഴിച്ച് പണിയുടെ ഒരു കാര്യം അവിടെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സ്പീഡ് നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാൻ വന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുന്നുണ്ട്. അതിന് പുതിയ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമുക്ക് എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.